ഹലോ ഹൈ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഇന്ന് ഇച്ചിരി നെയ്യ് ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെ നെയ്യ് ഉണ്ടാക്കണേ, ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറെ പാല് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന്, പാൽ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് നെയ്യുള്ള പാൽ കിട്ടണേ പാൽ സൊസൈറ്റിയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. അവിടുന്ന് ഞാനിപ്പോൾ വാങ്ങിച്ചത് 4 ലിറ്റർ പാലാട്ടോ. പാല് വാങ്ങിച്ച് നന്നായിട്ട് വേവിക്കണം. തിളപ്പിച്ചാൽ പോരാ, നന്നായിട്ട് കുറച്ച് നേരം ഇരുന്ന് വേകണം. എന്നിട്ട് ആ പാല് നന്നായി തണുപ്പിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കും തലേ ദിവസം. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ പണിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു അരിപ്പ എടുത്തിട്ട് അരിപ്പയിലേക്ക് പാൽ അരിച്ചരിച്ചരിച്ചരിച്ച് വേറെ കുപ്പിയിലേക്ക് മാറ്റും. പാല് വേറെ കുപ്പി മാറ്റും. അതിൽ നിന്ന് വരുന്ന നെയ്യല്ല, ശരിക്കും പറഞ്ഞാൽ കൊഴുപ്പ് അതിൻ്റെ. ഇത് ഉരുക്കിയാണ് നമ്മൾ നെയ്യാക്കുന്നത്. വെണ്ണ ആ പരുവയില്ലേ, അതാണിത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഓരോ തവണ, അതായത് പാല് വാങ്ങിക്കുന്നതനുസരിച്ച് എത്ര വാങ്ങിക്കാമോ അത്രയും നന്നായിട്ട് നമുക്ക് കൂടുതൽ നെയ്യ് കിട്ടും. അങ്ങനെ മാറ്റി അതായത് നമ്മളെല്ലാവരും 5-6 ലിറ്റർ ഡെയിലി വാങ്ങിക്കില്ലല്ലോ. ഞാൻ ഈ 4 ലിറ്റർ വാങ്ങിക്കുന്ന ഒരാഴ്ച ഞാൻ ഓടിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ പാലിൻ്റെ ഈ വെണ്ണ എടുത്തിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിക്കും. ആ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് പാല് ഇതുണ്ടോ, ഞാൻ പാൽ ഓൾറെഡി ഫ്രീസറിൽ കയറ്റും. കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാനിപ്പം പെട്ടെന്ന് കൈയോടെ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസത്തെ ഈ കുപ്പി നിറയില്ലേ, ഈ കുപ്പി നിറയുമ്പം പയ്യത് ഉരുക്കിയെടുക്കും. ഉരുക്കി നന്നായിട്ട് ബ്രൗൺ കളറിൽ അത് വരുമ്പോഴത്തേനും അതിൻ്റെ എന്താ പറയുക, കക്കൻ എന്ന് പറയില്ലേ, നമ്മൾ ഈ തേങ്ങാപ്പാൽ ആക്കുന്ന പോലെ തന്നെ ഇതാക്കുമ്പോൾ കക്കൻ വരും. കക്കൻ ബ്രൗൺ കളറാകുന്നവരെ ഇളക്കും. ഞാനിത് മുന്നേറെ എടുത്തു വെച്ച നെയ്യാട്ടോ. ഇങ്ങനെ തന്നെ ഇതേ പ്രൊസീജിയർ വഴി എടുത്തതാണ്. കക്കൻ ആക്കി ഇങ്ങനെ ആക്കുന്നത് ഞാൻ ഇത് നിറഞ്ഞ് കഴിയുമ്പോൾ വേറെ വീഡിയോ ഇടുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.